സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ അത് കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. പച്ച മലയാളത്തിലാണ് പറയുന്നത്, കേട്ടു നോക്കും. 2021 ഫെബ്രുവരി 14 കൊച്ചിൻ റിഫൈനറിയുടെ എക്സ്പാൻഷന്റെ ഇനാഗുറേഷന്റെ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡി കേരള ഗവൺമെന്റിന് ഒരു എയിംസ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. എയിംസിന് വേണ്ടി താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ഒന്ന്, 200 ഏക്കർ സ്ഥലമുള്ള 3 മുതൽ 4 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റാണ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്, വാട്ടർ കണക്ടിവിറ്റി വേണം. മൂന്നാമത്, 4 ലൈൻ കണക്ടിവിറ്റി വേണം. 4, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം. ഈ പറയുന്ന നിബന്ധനകൾ ഒന്നും പാലിക്കാതെ 151 ഏക്കർ മാത്രമുള്ള കിനാലൂർ മാത്രമേ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ളെന്നും അത് ഞങ്ങൾക്ക് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയിട്ടുള്ളതുമാണ്. ഇതിനെതിരായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി WPC 23-001/24 ഡേറ്റഡ് 27/3/25 നിബന്ധനകൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ നിബന്ധനകൾ പാലിച്ചു മാത്രമേ എയിംസ് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തരവായിട്ടുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന മേവള്ളൂരിലെ HNLന്റെ പഴയ സ്ഥലമായ ഇപ്പോൾ KPPLന്റെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനും എല്ലാ ബാക്കിയുള്ള നിബന്ധനകളും പാലിക്കുന്ന 200 ഏക്കർ കൊടുക്കാവുന്നതാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ കിനാലൂരിൽ മാത്രം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിയമം വിട്ട് എയിംസിന് കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാൻ ഹൈക്കോടതിയും അനുവദിക്കുന്നതല്ല.